ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. എക്സ്ട്രോവേർട്ടൊക്കെ എന്തായാലും ചില എക്സ്ട്രോവേർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിണറ്റിലെടുത്തറിയാൻ തോന്നും. കാരണം ഭയങ്കര ഓവറാണ്. എക്സ്ട്രോവേർട്ട് ഓവറായാലും കുഴപ്പമാണ്, ഒരു മീഡിയം നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അടുത്തൊരു കോമഡി കമൻ്റ് ഉണ്ട്. ഫോൺ കണ്ടുപിടിച്ചത് തന്നെ ഞങ്ങൾ ഇൻട്രോവേർട്സിന് വേണ്ടിയാണ്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഈ രണ്ട് പേരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മനുഷ്യന്മാർ തന്നെ പല വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഇന്നൊരു വെറൈറ്റി സംഭവമാണ് ചെയ്യുന്നത്. അതായത് ഈ സമൂഹത്തിൽ പോയി ഇൻട്രോവേർട്ടിനെ എക്സ്ട്രോവേർട്ടിനെ ചോദിച്ച് കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ ഇൻട്രോവേർട്ടിന് എന്താണ് പറയാനുള്ളത്, എക്സ്ട്രോവേർട്ടിന് എന്താണ് പറയാനുള്ളത്. അപ്പം മല്ലു അനലിസ്റ്റ് ഇട്ട ഒരു വീഡിയോ ഇൻട്രോവേർട്ടിനെ പറ്റിയുള്ള നിങ്ങൾക്ക് വേണം യൂട്യൂബിൽ കാണാം. അവരുടെ കുറച്ച് കമൻറ്റ് സെക്ഷനിലെ ടോപ്പ് കമൻറ്റ്, അതായത് ടോപ്പ് കമൻറ്റ് കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ്. അപ്പം ഇത് സത്യമെന്ന് അവർ കൂടുതൽ പേര് ലൈക്ക് ചെയ്യണതിൻ്റെ അർത്ഥം അത് ഏകദേശം സത്യമാണെന്നാണ് അതിനർത്ഥം. എന്നെപ്പോലുള്ള അന്തർമുഖരുടെ പ്രത്യേകം എന്തെന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടാറില്ല, കൂട്ടത്തിൽ പെടുമ്പോഴാണ് ശരിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്. സത്യത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഇൻട്രോവേർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്ക് പോകുന്നത് ഇഷ്ടമല്ലാത്ത ഇൻട്രോവേർട്സ് ഉണ്ട്. കൂടുതൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇഷ്ടം. അത് ചിലർ കുറ്റം പറയും, അവന് അത് മിണ്ടത്തുമില്ല ഒന്നുമില്ല. പക്ഷേ സത്യത്തിൽ അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള ജനിച്ചപ്പോഴേ ജെനറ്റിക്സിലുള്ള സാധനമാണ്. അത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു ഇൻട്രോവേർട്ടായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ ആയിരിക്കും. അപ്പം ഇൻട്രോവേർട്സിനെ കുറ്റം പറയുന്ന കുറേ വിവരമില്ലാത്തവരുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ള എനിക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ഇൻട്രോവേർട്ടിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ, ഭയങ്കര ദയനീയ അവസ്ഥ ഒരാൾ പറയുന്നുണ്ട്. ഇൻട്രോവേർട്സിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്തെന്നാൽ ഏറ്റവും അടുപ്പമുള്ളവർ പോലും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. കണ്ടോ, കുറേ പേർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഒന്നും മിണ്ടത്തില്ല, അധികം സംസാരിക്കത്തില്ല. അതുകൊണ്ട് അടുത്തുള്ളവർ പോലും, സ്വന്തം വീട്ടിൽ ചിലപ്പോൾ അമ്മയോ അച്ഛനോ പോലും ഇൻട്രോവേർട്സിനെ മനസ്സിലാക്കത്തില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ഒത്തിരി ഇൻട്രോവേർട്സിനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ അടുത്താണ് നോക്കാം. അപ്പോൾ അതിൻ്റെ റിപ്ലൈ വന്നേക്കുന്ന കമൻറ്റോട് നമുക്ക് നോക്കാവേ. സത്യം, കണ്ടോ, കൂടുതൽ പേരും സത്യം. ഈവൻ ഫാമിലി കണ്ടോ, ഫാമിലി പോലും ഞാൻ പറഞ്ഞ കാര്യം തന്നെ ശരിയാണ്. അപ്പം സ്വന്തം കൂടുള്ളവരെ പോലും ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ മനസ്സിലാക്കുന്നില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ സമൂഹം ഇൻട്രോവേർട്സിൻ്റെ അത് അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതല്ല, അത് മനസ്സിലാക്കാൻ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമുക്കിനി അടുത്ത നോക്കാം. പുതിയ ആളുകളെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒരു കുഴപ്പവുമില്ല, പക്ഷേ അറിയുന്ന ആളുകളോട് സംസാരിക്കാനാണ് പ്രയാസം, പ്രത്യേകിച്ച് നാട്ടുകാർ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അത് ഇൻട്രോവേർട്ട് സ്വഭാവമാണെന്ന് എനിക്ക് തോന്നില്ല. അത് വേറൊരു ഇൻസെക്യൂരിറ്റി. പഴയ കാലത്ത് ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ പഴയ ചൈൽഡ്ഹുഡിലെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇൻട്രോവേർട്ടിൻ്റെ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ ആളുകളെ പറയുന്നതിന് കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നാട്ടുകാരോട് സംസാരിക്കാൻ പാടാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് എനിക്ക് അനുഭവമുണ്ട്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ, ഇപ്പം സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ നോക്കി സ്റ്റക്കായിപ്പോയി, എല്ലാവരും കളിയാക്കി ചിരിച്ചു, പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്റ്റേജിൽ കയറുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ബാഡ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കഥ വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുന്നവരെല്ലാം എനിക്കൊന്ന് ഇൻട്രോവേർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവരത് പറയണമെന്നില്ലല്ലോ. കാരണം അവർക്ക് മാത്രമേ അവരുടെ അനുഭവം പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ എന്ത് സംസാരിക്കണമെന്ന് 5 തവണ ചിന്തിക്കും, അല്ലെങ്കിൽ സംസാരിച്ചതിന് ശേഷം പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് 5 തവണ ചിന്തിക്കും. അങ്ങനെയും ഇൻട്രോവേർട്സ് ഉണ്ട്. കണ്ടല്ലോ, അവരുടെ രീതി അതാണ്. അടുത്തത്, ബീങ് ആൻ ഇൻട്രോവേർട്ട് ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഈസ് ദ ഫിയർ ഓഫ് ബീങ് ജഡ്ജ് ചെയ്യുന്ന ഫിയറാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള ആൾക്കാർ. അപ്പം എനിക്കറിയാം, ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. എനിക്ക് കുറേ കഴിയുമ്പോൾ ഇൻട്രോവേർട്സിനോട് ചിലരുടെ ഉള്ള ഒരു മെൻറ്റാലിറ്റി മാറും തോന്നും. വീട്ടിലിപ്പം ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഫാമിലി എല്ലാവരും വന്നു, കുറേ ആൾക്കാർ വന്നു, എടാ നീ അടച്ചിരിക്കുക, അവരോടൊക്കെ എന്തെങ്കിലും പോയി മിണ്ട് സംസാരിക്കുന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർക്കത് ഉള്ളിൽ നിന്ന് വരണ്ടേ ആ സാധനം. അപ്പം നിങ്ങൾ മാതാപിതാക്കളാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അച്ഛനും അമ്മമാരായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചേട്ടന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിങ്ങനെയാണ് സംഭവം, ഇൻട്രോവേർട്സ് ഇങ്ങനെയാണ്. എനിക്കൊന്നും ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴും അവൻ മിണ്ടുന്നുമില്ല, ഒരാൾ മിണ്ടാതെ അധികം മിണ്ടായിരുന്നു അവനെ താങ്ങിക്കളിയാക്കുന്ന ചില ഫ്രണ്ട്സും ഉണ്ട്. അവന്മാർ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരാൾ ഒന്നും പറയത്തില്ലെന്നും പറഞ്ഞ് എന്തും അങ്ങ് പറയുന്ന ടീമുണ്ട്. അവരൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ റിയാക്ട് തിരിച്ചൊന്നും പറയത്തില്ല, തിരിച്ച് കൗണ്ടർ അടിക്കാനുള്ള രീതിയൊന്നും അറിയത്തില്ലായിരിക്കും. അങ്ങനെ സംഭവമുള്ളതുകൊണ്ട് അവരെ ശരിക്കും താങ്ങി സംസാരിക്കുന്ന, മോശമായ രീതി സംസാരിക്കുന്ന ചില കൂതറ ഫ്രണ്ട്സ് നമ്മുടെ സെക്ഷനിലുണ്ട്. ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടർ ഉള്ളവരെ താങ്ങുന്ന കുറച്ച് ടീംസ് കണ്ടിട്ടുണ്ട്. ഇവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും ഒരു കഴിവില്ലാത്തവന്മാരാണ്. കാരണം ഇങ്ങനെ കഴിവുകേടുത്തരം കാണിക്കുന്നത് നിങ്ങളുടെ കഴിവുകേട് ആയിട്ട് നിങ്ങൾ കരുതരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഒരു ഗേൾ പറഞ്ഞേക്കാണ്, യെസ് ഞാൻ ഇൻട്രോവേർട്ടാണ്, പക്ഷേ നമ്മളോട് പെട്ടെന്ന് കമ്പനി ആകുന്നവർക്ക്
നമ്മൾ മുത്തുമണിയാണ്, അല്ലാത്തവർക്ക് നമ്മൾ ജാടക്കാരി. ഇങ്ങനെയുള്ള ഇൻട്രോവേർട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇൻട്രോവേർട്സ് പലരും അധികം മിണ്ടാത്തതുകൊണ്ട് അവന് ഭയങ്കര ജാടയാണ്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവന് ഭയങ്കര ജാടയാണ്, ഭയങ്കര ഇതൊക്കെ തോന്നും. പക്ഷേ എനിക്ക് സത്യത്തിൽ അവർ മിണ്ടണമെന്നൊക്കെ ഉണ്ട്. കമ്പനി ആയാൽ അവർ അടിപൊളിയാണ് ഇൻട്രോവേർട്സ്. എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ, കമ്പനി ആയാൽ ഇൻട്രോവേർട്സ് ടൈപ്പ് ക്യാരക്ടറുള്ളൊരു പൊളിയാണ്, അടിപൊളിയാണ്. നമുക്ക് പാര പണിയുന്ന ടീംസ് അല്ലായിരിക്കും പൊതുവേ. ഞാൻ കണ്ട വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്, ഇൻട്രോവേർട്സ് പാര പണിയത്തില്ല. അടുത്ത കമൻറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇത് സംഭവം കറക്റ്റ് കാര്യമാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ബീങ് ആൻ ഇൻട്രോവേർട്ട് ഈവൻ യു അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ. ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പം ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. ഞാൻ മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴും ചില ഇൻട്രോവേർട്സ് ടൈപ്പ് ക്യാരക്ടറുള്ളവരെ കണ്ടിട്ടുണ്ട്. മാറി ഒരിടത്ത് ഇങ്ങനെ നിൽക്കും, പക്ഷേ അവർക്ക് മിണ്ടണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പറ്റുന്നില്ല. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അപ്പം മനുഷ്യരുടെ ഇടപെട്ടുള്ള രീതി കോമൺലി എനിക്ക് തോന്നുന്നത് ദൈവം സൃഷ്ടിച്ചേക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ജനിച്ചേക്കുന്നതിന് ഒരു സാമൂഹിക ജീവി എന്നുള്ള എല്ലാവരോടും ഇടപെടുക, മിണ്ടുക, സംസാരിക്കുക. പക്ഷേ ഈ ഇൻട്രോവേർട്ട് ക്യാരക്ടർ ജനറ്റിക്കലി വന്നതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊരു വിഷമം ഉള്ളിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത പക്ക ഒരു മോട്ടിവേഷണൽ സംഭവമാണ് ഇൻട്രോവേർട്സ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ. ഫേമസ് പേഴ്സണാലിറ്റീസ് ഹൂ വെയർ ഇൻട്രോവേർട്ട്. ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അത്യാവശ്യം ഫേമസ് ആയ ആൾക്കാരിൽ ഒരു 10 കൂടുതൽ ശതമാനം ആൾക്കാരും ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടറാണ്. എക്സാമ്പിൾ നമുക്ക് പറയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ബിൽ ഗേറ്റ്സ്, നമ്മുടെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഇൻട്രോവേർട്ട് ആണ്. എമ വാട്സൺ, അതാണ് എനിക്ക് മനസ്സിലായില്ല. ടോം ഹാക്സ് എനിക്കറിയാൻ പറ്റുക. എലോൺ മസ്ക്, നമ്മുടെ ടെസ്ല ഓണർ എലോൺ മസ്ക്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കോടീശ്വരൻ എലോൺ മസ്ക് അല്ലേ. എലോൺ മസ്ക് ഇൻട്രോവേർട്ട് ആണ്. ഇഫ് ഡസൻറ്റ് മാറ്റർ വെദർ യു ആർ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൈൻഡ് സെറ്റ്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് പേടിച്ച് വിഷമിച്ച് ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എക്സ്ട്രോവേർട്ടൊക്കെ എന്താ അലമ്പ. ചില എക്സ്ട്രോവേർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിണറ്റിലെടുത്തറിയാൻ തോന്നും, കാരണം ഭയങ്കര ഓവറാണ്. എക്സ്ട്രോവേർട്ട് ഓവറായാലും കുഴപ്പമാണ്, ഒരു മീഡിയം നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അടുത്തൊരു കോമഡി സാധനമുണ്ട്, ഗ്യാങ്ങുമായിട്ട് പോകുന്നവരാണ് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത് മോൺസ്റ്റർ. സത്യമാണ് കേട്ടോ, ഇൻട്രോവേർട്ട്സ് പൊതുവെ ഒറ്റയ്ക്കായിരിക്കും മോൺസ്റ്റർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്സിനെ കാണുവാണെങ്കിൽ കമ്പനി കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ അവരധികം സംസാരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ആകുമ്പോഴത്തേനും മടുപ്പായിരിക്കും. ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് ആരെല്ലാം സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് സംസാരിച്ചില്ല ഞാൻ അങ്ങോട്ട് ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ലിമിറ്റില്ലേ ബ്ലാ 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 പറയുന്നതിന്. അപ്പം മാക്സിമം പറയും, പിന്നെ ഇങ്ങോട്ടൊന്നും മിണ്ടിയില്ലെങ്കിൽ വേറെ ഒരു റോളും ഇല്ല. പിന്നെ ഇൻട്രോവേർട്സിനായിട്ട് കമ്പനിയായി എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഇൻട്രോവേർട്സ് ഉണ്ട്, എൻ്റെ കോളേജിൽ പഠിക്കുന്ന. കമ്പനിയായ പക്കയാണ്. ഇനി കൊറോണ സമയത്ത് ഒരു മീൻസാണ്, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഈ കാലത്ത് മാസ്ക് നിങ്ങൾക്കൊരു വലിയ നായകനാണ്. നിങ്ങൾ നടിയും, ഇറ്റ്സ് ട്രൂ, നടിയും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇൻട്രോവേർട്ട് ആണെങ്കിൽ മാസ്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതായിട്ടുള്ളൊരു കമൻ്റാണ്, വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ മ്യൂട്ടായിരിക്കും. അങ്ങനെ ആകെ വരുന്ന കോൾസ് ഫ്രം പേരൻസ് ഓർ കസ്റ്റമർ കെയർ. കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ നോട്ട് എ ബിഗ് ഡീൽ ഓഫ് അസ്. ഇൻട്രോവേർട്സിന് കൊറോണ വീട്ടിലിരിക്കുന്ന സംഭവമൊന്നും വെറും സിമ്പിൾ കാര്യം. ഭയങ്കര ഇൻട്രോവേർട്സിൻ്റെ ഞാൻ കുറേ കമൻറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൊറോണയൊക്കെ അവർ ആസ്വദിക്കുമായിരുന്നു, കാരണം വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്തത്, പരിചയമുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കുന്നവർ. പരിചയമുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നില്ലെങ്കിൽ ഒറ്റപ്പെടുന്നവർ. യെസ്, സത്യമാണ്. ഫാമിലി ഫങ്ഷൻസിലൊക്കെ മാറി നിൽക്കേണ്ടി വരുന്നവർ. യെസ്. അപ്പം ഒത്തിരി വിഷമകരമാണ് ഇവരുടെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞത് ഇൻട്രോവേർട്സ് ടൈപ്പ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് പോകണ്ട, നിങ്ങൾ വലിയ ഫംഗ്ഷനൊന്നും പോകണ്ട. പക്ഷേ എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ഞാൻ പറയത്തില്ല കേട്ടോ, തിരിച്ചെടുത്തു. കാരണം അതുപോലെ ആവശ്യമുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ പരിപാടി കണ്ടാൽ പോരാ, എപ്പോഴും കമ്പനി അടിക്കാനൊന്നും വേണമെന്നില്ല. എനിക്കൊന്ന് കല്യാണത്തിന് പോയാലും സിനിമയ്ക്ക് പോയാലും ഒന്നും കമ്പനി അടിക്കാൻ ആൾ വേണമെന്നില്ല, ജസ്റ്റ് കണ്ടാൽ പോരെ. അടുത്തൊരു കോമഡി കമൻ്റ് ഉണ്ട്, ഫോൺ കണ്ടുപിടിച്ചത് തന്നെ ഞങ്ങൾ ഇൻട്രോവേർട്സിന് വേണ്ടിയാണ്. ഇൻട്രോവേർട്സിന് വേണ്ടിയാണ് ഫോൺ കണ്ടുപിടിച്ചത്. ഞങ്ങൾ പല ആൾക്കാരും, ഞാൻ ഇൻട്രോവേർട്ട് അല്ല പക്ഷേ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷേ 1.2K ലൈക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ്സ് റിപ്ലൈ നോക്കാം, ചീരി ചൂപ്പാട് തരുന്ന ഒരു കമൻറ്റാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. അതുകൊണ്ട് ഒരു കല്യാണത്തിനും മരിപ്പിനും പോകാത്ത ഞാൻ, ആര് ജീവിച്ചാൽ എന്താ, ആര് ചത്താൽ എന്താ, നമ്മൾ പോകാത്തതുകൊണ്ട് കല്യാണം നടക്കാതിരിക്കില്ല. ഓഫ്. അടുത്ത ഒരു ചേച്ചി കറക്റ്റ് കഴിഞ്ഞു, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എൻ്റെ കല്യാണം കഴിക്കുന്നവരെ എനിക്ക് അതൊരു കുഴപ്പമായി തോന്നിയിരുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും എക്സ്ട്രോവേർട്ടാണ്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ. അവർ എല്ലാവരോടും ഒരുപാട് സംസാരിക്കുക, അയൽവാസികളുടെ വീട്ടിൽ പോയി സംസാരിച്ച് അവരുമായി ആത്മബന്ധം വളർത്തുകയും ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ.
ഇതിൻ്റെ പേരിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുകയും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കുറേ ദുരനുഭവങ്ങൾ ഇൻട്രോവേർട്സിനുണ്ടാകും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കുറേ കഴിയുമ്പോൾ മാറും. അപ്പം ഇങ്ങനെ മാറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഇൻട്രോവേർട്സിനെ ഇങ്ങനെയാണ് അവർക്ക് ജെനറ്റിക്കലി കിട്ടിയ ഒരു ഇപ്പം നമ്മുടെ ട്രാൻസ്ജെൻഡേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു അവർ അങ്ങനെ അല്ല സത്യം പറഞ്ഞാൽ അവരുടെ ചെറിയ ജെനറ്റിക്കലിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുക. അതുപോലെ തന്നെയാണ് ഇൻട്രോവേർട്ടും ജീനിൻ്റെ ചെറിയ സംഭവങ്ങൾ കൊണ്ട് അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ആയി പോകും. പിന്നെ സാഹചര്യം കൊണ്ട് ഇൻട്രോവേർട്ട് ആകുന്നതുകൊണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾ ജെനറ്റിക്കലി ഇൻട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല കൊച്ചിലെ കുറച്ചുണ്ടായ ദുരനുഭവങ്ങളിൽ നിന്നൊക്കെ ഇൻട്രോവേർട്ട് ആവുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറാൻ പറ്റും. കാരണം നമ്മൾ കോൺഫിഡൻ്റായി കുറേ കോൺഫിഡൻസ് ഉള്ള വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി കണ്ടു നോക്കുക, അങ്ങനെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ജെനറ്റിക്കലി ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാറിയെടുക്കാം. പിന്നെ ജന്മനാ ഇൻട്രോവേർട്ട്സ് ആയ ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് മാറാൻ പാടാണ്. അല്ലാത്തവരൊക്കെയാണ് സിമ്പിളായിട്ട് മാറാം. അതിൻ്റെ മെയിൻ പ്രശ്നം അവർക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസ് വന്നതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഇൻട്രോവേർട്ടിലേക്കായി പോയത്. പിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം കുറേ കമൻറ്റ്സ് ഇതൊക്കെ വായിക്കാനാണെങ്കിൽ ഒത്തിരി 1000 മേളിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം കണ്ട കുറച്ച് കമൻറ്റ്സ് ഇൻട്രോവേർട്സിൻ്റെ രീതികൾ അവർ തന്നെ പറയുന്നത് മനസ്സിലാക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതൊരു പുതിയ ടൈപ്പ് രീതി ഞാൻ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. കാരണം ആൾക്കാർ ഇറങ്ങി ചെല്ലാതെ തന്നെ അവരുടെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൂടുതൽ വീഡിയോസായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. See you.